ഞാനും അമ്മയും കൂടി ഇന്നൊന്ന് അമ്പലത്തിൽ വരെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി അമ്പലത്തിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് വന്നപ്പോഴത്തേനും സമയം ഒരു 9 മണിയായി. 9 മണിയായപ്പോഴാണ് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയത്. അങ്ങനെ ദേണ്ടെ നമ്മൾ മഹാദേവൻ്റെ അമ്പലത്തിലാണ് വന്നത്. അവിടെ ചെന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പന്നിവഴി അമ്പലത്തിലും കൂടെ പോകാമെന്ന്. പിന്നെ അവിടെയും കൂടെയൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകി. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതാണ് പോയത്. പോയിട്ട് വന്നിട്ടാട്ടോ നമ്മൾ കഴിക്കാനായിട്ടിരുന്നത്. ദേണ്ടെ ദോശയും സാമ്പാറുമായിരുന്നു. സാമ്പാറിന് നല്ല ചൂടും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് നമുക്കൊന്ന് അടൂരോട്ടൊന്ന് പോകണമായിരുന്നു. മെയിനായിട്ട് പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സ്റ്റുഡിയോ അടച്ചിട്ടേക്കുമായിരുന്നു, എന്താണെന്നറിയത്തില്ല. ഇപ്രാവശ്യം അത് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഭാഗത്തോട്ട് നോക്കിയതേ ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതും ഇതും എടുത്തുകൊണ്ടൊക്കെ അങ്ങ് നിൽക്കും. പിന്നെ നമ്മൾ ഷർട്ടും കാര്യങ്ങളും ഒക്കെയാണ് നോക്കിയത്. അവിടുന്ന് ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അപ്പോൾ നോക്കും, നല്ല കളക്ഷൻ ഉണ്ട്. ചില സമയങ്ങളിൽ ചെല്ലുമ്പം കളക്ഷൻ കാണത്തില്ല. ഇപ്രാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് പിന്നെ നമുക്ക് മീനും കൂടെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കേര മീനാണ് വാങ്ങിച്ചത്. വന്ന വാക്കിന് തന്നെ അത് വെക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. താമസിക്കേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അതിലോട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉരുവാപ്പൊടിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അങ്ങനെ ആ പൊടി ഒന്നും മൂത്ത് വന്നപ്പോഴത്തേന് പിന്നെ നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നേരെ ചട്ടിയിലോട്ടാണ് മാറ്റുന്നത്. ചട്ടിയിലൊന്നും തിള വരുമ്പോഴേ നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കത്തുള്ളൂ. കഷ്ണം ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരുവിധം വെന്ത് വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇത് ചുമ്മാ അനാവശ്യമായിട്ട് ഇട്ടതെന്ന് തോന്നുന്നു. അങ്ങനെ വേണ്ട കറിവേപ്പില ഇട്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഉലുവാപ്പൊടിയും ഇടുമ്പോൾ നല്ല മണമായിരിക്കും. പിന്നെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചാൽ നമ്മുടെ മീൻകറി സെറ്റ്.